അസ്സലാമു അലൈക്കും. മുത്തുമണികളെ ഇന്ന് ഞാൻ പോകുന്നത് അജ്മീറിലേക്കാണ് കേട്ടോ. അജ്മീർ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ടിക്കറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പോയ റൂട്ടിൻ്റെ കേട്ടോ, വേറെ രൂപത്തിലും പോകാം. ഞാൻ പോയത് കോഴിക്കോട് നിന്ന് ഞാൻ മറ്റേ മറുസാഗർ എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷേ ഞാൻ ഞായറാഴ്ചയാണ് അത്, പക്ഷേ ഞാൻ ശനിയാഴ്ച വന്ന്. പിന്നെ ഞാൻ മടങ്ങി പോകണ്ട എന്ന് വിചാരിച്ച് പിന്നെ ചോദിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു ട്രെയിന് പോകുന്നുണ്ട് കാരണം ശ്രീനഗർ എക്സ്പ്രസ് അങ്ങനെ എന്തോ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു ട്രെയിന് കോഴിക്കോട് 12:15 എടുക്കും. ആ ട്രെയിനിൽ ഞാൻ ഒരു ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 410 രൂപ ടിക്കറ്റായി. അത് അജ്മീറിലേക്കല്ല, ഡയറക്റ്റ് അജ്മീർ പോണില്ല. അത് വഡോദര എന്ന് പറഞ്ഞ സ്ഥലം വരെ പോയി അവിടെ ഇറങ്ങി. അത് പോയി കുറച്ച് നേരം ഇറങ്ങി കഴിഞ്ഞ് പിന്നെ കുറേ നേരം നിന്നിട്ടോ. ഞാൻ 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അടുത്ത ട്രെയിന് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താക്കിയത്, അജ്മീറിലേക്ക് പോയത്. നേരെ അജ്മീർ പോകാൻ എനിക്ക് 200 രൂപ ചാർജായി. അങ്ങനെ ടോട്ടൽ എനിക്ക് 610 രൂപ ചിലവ് വന്നു ഇത് അജ്മീർ എത്താൻ. പിന്നെ അജ്മീർ എത്തുന്നത് വരെ ഫുഡിൻ്റെ ഒന്നും ഇല്ല കേട്ടോ. ഇത് വെറും ടിക്കറ്റ് മാത്രം. യാത്രാ ചിലവ് എത്രയാണോ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫുഡിൻ്റെ ഇതൊക്കെ ഞാൻ നോമ്പിനാണ് പോയത്, അതുകൊണ്ട് എനിക്ക് വലിയ ചിലവ് വന്നിട്ടില്ല. രാവിലെ ഫുള്ള് നോമ്പും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ വല്ല ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ ഞാൻ ബാഗിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കരുതിയിരുന്നു, അത് മാത്രമേ കഴിച്ചത്. പിന്നെ ഫുഡൊന്നും നമുക്ക് ട്രെയിന് നമ്മളെ കർണാടക കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് ബാഗിൽ എല്ലാം നല്ല ഫുഡുകളൊക്കെ നമുക്ക് നേന്ത്രപ്പഴമോ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ കരുതുക, എന്തുവാണെങ്കിലും കരുതട്ടോ. പിന്നെ എല്ലാ ഞായറാഴ്ചയും മറുസാഗർ പോകുന്നുണ്ട്, അതിന്